ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഇൻഫർമേറ്റീവ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ പോയി അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ടല്ല, ഒന്ന് രണ്ട് ക്ലിപ്സുകളൊക്കെ വെച്ച് ഞാനൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. കാര്യം അവരെ ആദ്യമായിട്ടാണ് അവർ അബ്രോഡ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചുമ്മാ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കാറ് സിഡ്നിയിൽ പാർക്കിങ്ങിൽ ഇട്ടിട്ടാണ് പോയത് നാട്ടിലോട്ട്. അപ്പം ആ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇപ്പം അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മോറിയിലാണ്, അതായത് ന്യൂ സൗത്ത് വെയിൽസിൽ മോറി എന്നുള്ളൊരു റൂറൽ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമുക്കിപ്പം ഒരു മാസത്തേക്കൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് നാട്ടിൽ പോവുകയാണെങ്കിൽ, അതായത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കാറ് ഈ പറയുന്ന സിഡ്നി എയർപോർട്ട് പാർക്കിങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. വേറൊന്നുമല്ല, ഇതൊരു കുറച്ച് റൂറൽ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇപ്പം എൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ്, എനിക്ക് 2 വണ്ടിയുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയുടെ കാരേജിനെ കുറിച്ചുള്ളൊരു വീഡിയോ പിന്നീട് ചെയ്യാം. 2 വണ്ടിയുണ്ട്. അപ്പം ഞാൻ ലോങ് പോകാൻ യൂസ് ചെയ്യുന്ന എപ്പോഴും പുതിയ വണ്ടിയാണ്. അപ്പോൾ അതല്ല, നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ലോക്ക് ചെയ്ത് ക്ലോസ്ഡ് കാരേജ് ഒന്നുമല്ല, അല്ലാത്ത കാരേജാണ്. അപ്പം അത് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. മേ ബി കള്ളന്മാരുടെ ശല്യം കൂടുതലായത് കൊണ്ട് ബ്രോക്കൺ ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാനോ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻറ്റ് ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വണ്ടി ഇട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ പോകുന്നവർ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ വണ്ടി കൊടുത്തിട്ടാണ് പോകുന്നത്. ബട്ട് ഞാൻ പറയുന്നത് ബെറ്റർ ഓപ്ഷൻ നമുക്ക് പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോകുന്നതാണ്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ 3 ദിവസത്തേക്ക് ആണ് നാട്ടിൽ പോയത്. പക്ഷേ എനിക്ക് പാർക്കിംഗ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു, കാര്യം വീട്ടിൽ വൈഫുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയുള്ളൂ. ബട്ട് എനിക്ക് ഇവിടെ നിന്ന് സിഡ്നിക്ക് അറൗണ്ട് 650-700 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രെയിൻ എടുത്ത് പോവുകയാണെങ്കിൽ എനിക്ക് ട്രെയിൻ ഇവിടെ നിന്ന് മോർണിംഗ് മാത്രമേ ട്രെയിൻ അവൈലബിലിറ്റി ഉള്ളൂ. സോ മോർണിംഗ് ഇവിടെ നിന്ന് ട്രെയിൻ എടുത്ത് സിഡ്നിക്ക് പോകാം, ഒരു ദിവസം അവിടെ സ്റ്റേ അടിക്കണം, പിറ്റേ ദിവസം എനിക്ക് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല അതേപോലെ ഫ്ലൈറ്റ് ആണെങ്കിലും ഫ്ലൈറ്റ് ഇവിടെ ചില ദിവസം രാവിലത്തെ ഫ്ലൈറ്റ് ഉണ്ട്, ചില ദിവസം ഈവനിങ് ഫ്ലൈറ്റ്. പെർ ഡേ ഒരു ദിവസം ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. അത്രയും റൂറൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നാട്ടിലോട്ടോ അല്ലെങ്കിൽ സിഡ്നിക്കൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഇവിടെ ഉള്ള എല്ലാവരും, ഇവിടെ നിന്നല്ല, ഓസ്ട്രേലിയ ഉള്ളവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, മറ്റുള്ളവർക്ക് അറിഞ്ഞിടത്തോണ്ടാണ് പറയുന്നത്, മോസ്റ്റ്ലി എല്ലാവരെയും കാർ ഉണ്ടായിരിക്കും. കാര്യം നമുക്ക് ട്രാവലിങ് കുറച്ചുകൂടി കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കാൻ നമുക്ക് കാറ് അർജൻറ്റാണ്. അപ്പം അതിപ്പോൾ 2 കാർ വരും. കാര്യം രണ്ടുപേരും വർക്ക് ചെയ്യണമെങ്കിൽ 2 കാർ കമ്പൽസറി ആണ്. ഇവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ നാട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഏതെങ്കിലും കൺട്രിക്ക് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലോ ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ കാറ് പാർക്കിങ്ങിലിട്ടിട്ട് പോവുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ നിന്ന് കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു ടൈം ലാഭിക്കുക. അതായത് ഇവിടെ നിന്ന് രാവിലെ ട്രെയിൻ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 8 hours ട്രെയിൻ ട്രാവലുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു വൈകുന്നേരം, അതായത് മോർണിംഗ് ഫ്ലൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ, ഞാൻ എടുത്തത് രാവിലത്തെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റാണ്, 1 മണിക്കുള്ള ഫ്ലൈറ്റാണ്. ഞാൻ ഈവനിങ് ഒരു 11 ഈവനിങ് അല്ല, നൈറ്റ് ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഡ്രൈവ് ചെയ്തത്. എനിക്ക് 7 hours ഒരു 6-6:30 ആയപ്പോഴത്തേക്കും സിഡ്നി എത്തി, പാർക്കിങ്ങിലിട്ടു, എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് എടുത്ത് പോയി. ആ ഒരു ടൈം എനിക്ക് തന്നുള്ളൂ. അപ്പം ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാം. ഇനി ഞാൻ പറയാൻ വന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ 3 ദിവസത്തേക്ക് എയർപോർട്ടിൽ കാറ് പാർക്ക് ചെയ്ത് എനിക്ക് $30 ആയിട്ടുള്ളൂ. പ്ലസ് ഞാൻ ഔട്ട്സൈഡ് പാർക്കിംഗ് ആണ് യൂസ് ചെയ്തത്. അതായത് എയർപോർട്ടിനകത്ത് പാർക്കിംഗ് ഉണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് ഔട്ട്സൈഡ് ഒരുപാട് പാർക്കിംഗ് കമ്പനീസുകൾ പാർക്കിംഗ് നടത്തുന്നുണ്ട്. അവിടെ അവർ ചില പാർക്കിംഗ് കമ്പനികൾ ഷട്ടിൽ ബസ് എയർപോർട്ടിലേക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പം ഡൊമസ്റ്റിക് ആണെങ്കിൽ ഫ്രീയും ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഒരു $10 പേ ചെയ്താൽ നമുക്കൊരു അപ് ടു 3 അല്ല 5 വരെയും 5 പീപ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ അവരൊരു പർട്ടിക്കുലർ ടൈം പറയുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഫ്രീ ഷട്ടിൽ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 1 മാസത്തേക്ക് അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നാട്ടിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലേക്ക് പോവുകയാണെങ്കിൽ, മോസ്റ്റ്ലി ഇവിടെ ഉള്ള മലയാളീസുകൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ 1 മാസത്തേക്കൊക്കെ മാക്സിമം പ്ലാൻ ചെയ്ത് നാട്ടിൽ പോകാറുള്ളൂ, അതിന് മേളിൽ പോകാറില്ല. അപ്പോൾ ഈ 1 മാസത്തേക്ക് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ പാർക്കിംഗ് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 1 മാസത്തേക്ക് ഞാൻ നോക്കിയായിരുന്നു, അറൗണ്ട് $450-500 താഴോട്ടേ വരുന്നുള്ളൂ. ഈ $500 താഴോട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അത് ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാര്യം എന്നാന്ന് പറഞ്ഞാൽ,
ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫുൾ കാൽക്കുലേഷനിൽ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഞാൻ ആദ്യം ഏത് കമ്പനി എടുത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പേസ് ഷട്ടിൽ എന്ന് പറഞ്ഞ ഒരു പാർക്കിംഗ് കമ്പനിയാണ് ചൂസ് ചെയ്തത്. അവർക്ക് അറൗണ്ട് ഒരു 8 ഫ്ലോറുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റീസാണ് ഉള്ളത്. അതിലെനിക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് 6 മുകളിലോട്ട് 3 ഫ്ലോറിൽ എവിടെ വേണോ പാർക്കിംഗ് സ്പേസ് ഉള്ളിടത്ത് പാർക്ക് ചെയ്യാം. ഇനി അവർക്ക് കുറേ അഡീഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വരുന്ന സമയത്ത് കാർ ഒന്ന് വാഷ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കാർ പോളിഷ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതിനൊക്കെ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ കാണിക്കും, അതനുസരിച്ച് എക്സ്ട്രാ കൊടുക്കണം. ഇതൊക്കെയാണ് ബുക്കിങ്ങിൻ്റെ. നമ്മൾ ജസ്റ്റ് നേരത്തെ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്കൊരു ബാർകോഡ് കിട്ടും. അത് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യുക, നമ്മൾ കാറ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫ്ലോറിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. തിരിച്ച് ലിഫ്റ്റിൽ താഴെ വരിക. നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ ചോദിച്ചാൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ഷട്ടിൽ ബസ് അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് എയർപോർട്ടിലോട്ട് പോകും. ഡൊമസ്റ്റിക് ഫ്രീ ആണ്, ഇന്റർനാഷണൽ മാത്രം പേ ചെയ്താൽ മതി. അതാണ് അതിനൊരു പ്ലസ് പോയിന്റ്സ്. ഇനി 500 രൂപ ലാഭമോ നഷ്ടമോ, ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്നെ സംബന്ധിച്ച് 500 രൂപ ലാഭമാണ്. പറയാൻ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഇവിടെ നിന്ന് ട്രെയിൻ എടുത്ത്, ഞങ്ങൾ 3 പേരുണ്ട് ഫാമിലി, 3 പേര് ഇവിടെ നിന്ന് ട്രെയിൻ എടുത്ത് സിഡ്നി പോയി ട്രാവൽ ചെയ്ത് നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ മിനിമം 3 പേർക്ക് കൂടി ട്രെയിൻ ടിക്കറ്റ് തന്നെ ഒരു $300 വരും. ദെൻ നമ്മൾ ഒരു ദിവസം സിഡ്നിയിൽ സ്റ്റേ ചെയ്യണം. അതിനൊരു ഏറ്റവും ചീപ്പസ്റ്റ് നോക്കിയാൽ ഒരു $150 പ്ലസ് ഫുഡ് എക്സ്പെൻസ്, പോകുന്ന ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എങ്ങനെയായാലും ഒരു $500 വരുന്നുണ്ട്. ഇനി അതിന് പുറമെ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇതേ ഒരു $1 സ്പെൻഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഒരു $1000 അതിന് സ്പെൻഡ് ചെയ്യണം. ഇനി നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ പെർ ഹെഡ് അറൗണ്ട് ഒരു 220 ആണ് മിനിമം റേറ്റ് വരുന്നത്. പിന്നെ ചിലപ്പോൾ ചീപ്പായിട്ട് വരുന്നുണ്ട്, 140, 200-നകത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു ചീപ്പ് ഫെയർ എന്ന് പറയുന്നത് 220 ആണ്. 300 ആകുമ്പം അറൗണ്ട് 400, 500, 660 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് അക്കോമഡേഷൻ. നമ്മളവിടെ പോയി അക്കോമഡേഷൻ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എങ്ങനെ നോക്കിയാലും അപ്പ് ആൻഡ് ഡൗൺ നമ്മളൊരു 1000 മുകളിൽ സ്പെൻഡ് ചെയ്യണം. ബട്ട് അതേസമയം ഞാനിവിടെ നിന്ന് കാർ ഓട്ടിച്ച് പോവുകയാണെങ്കിൽ എൻ്റെ കാറിന് ഒരു ഫ്യൂവൽ എനിക്കൊരു $60-70 ആവശ്യമുള്ളൂ. സുഖമായിട്ട് ഞാൻ സിഡ്നി റീച്ച് ആവും. പാർക്കിങ്ങിന് 500 കൊടുത്തെന്നാലും തിരിച്ചും എനിക്ക് ആ ഒരു എമൗണ്ട് ആകത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒരു 600-700-നകത്ത് നിൽക്കും. എനിക്ക് ടൈം നോക്കണ്ട, എൻ്റെ ഒരു ഫ്രീ ടൈം നോക്കി, അല്ലെങ്കിൽ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈം നോക്കി എനിക്ക് ട്രാവൽ ചെയ്ത് തിരിച്ചെത്താൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പാർക്കിംഗ് എടുക്കാൻ പറയുന്നത്. സോ അതുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ കാർ 1 മാസത്തേക്ക് പാർക്ക് ചെയ്ത് പോയാൽ നമ്മൾക്ക് തിരിച്ചു വരാമ്പോൾ കാർ ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ 24 സെക്യൂരിറ്റിയാണ്. നമ്മളെ കാറ് അത്രയും സേഫ് ആയിരിക്കും അവിടെ. അതുകൊണ്ടാണ് ഞാനത് എപ്പോഴും ചൂസ് ചെയ്യാൻ പറയുന്നത്. കാര്യം നമ്മളൊരു കാറ് സ്വപ്നം നമ്മുടെ പുതിയ കാർ എന്നുള്ള സ്വപ്നത്തിലായിരിക്കും നമ്മൾ കാറൊക്കെ വാങ്ങിക്കുന്നത്. അറൗണ്ട് ഞാൻ തന്നെ എൻ്റെ കാർ അറൗണ്ട് $25,000 അടുപ്പിച്ചായി. ചിലരൊക്കെ 50,000, 60,000, 75,000, 80,000, $100,000 കാറ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെ പോകാനുള്ളവർക്ക്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ കാർ ഇട്ടിട്ട് പോയാൽ ഇല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് പോകാം. ബട്ട് അതിനെക്കാട്ടിയും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം ഇങ്ങനെ പോകാൻ നിൽക്കുന്നവർ ഇത് ചൂസ് ചെയ്യും. ഈ പാർക്കിംഗ് സ്പേസ് നമ്മൾ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി, പാർക്കിംഗ് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. മെയിനായിട്ടൊരു നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു നെഗറ്റീവാണ്. കാര്യം ഞാനൊരു 5 വർഷം യൂറോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ സിഡ്നി എയർപോർട്ട് 12 o'clock ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതായത് ആഫ്റ്റർ 12 പിന്നെ മോർണിംഗ് 5 വരെ ഫ്ലൈറ്റുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ടൈമിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ എപ്പോഴും അവിടെ പോയി സ്റ്റേ അടിക്കേണ്ടി വരുന്നത്. നമുക്ക് എന്താ കാരണമെന്ന് എനിക്കറിയാം, അതിനെക്കുറിച്ച് ഞാൻ നോക്കാറില്ല. അതൊരു ഫാക്റ്റ് തന്നെയാണ്. അപ്പം സിഡ്നി പോയി നാട്ടിലോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് ഒരാഴ്ചയ്ക്ക് 2 ആഴ്ചയ്ക്ക് പ്രീ പ്ലാൻഡ്, ഇപ്പം ഞാൻ ഇനി ചിലപ്പോൾ അടുത്ത് നാട്ടിൽ പോകുമ്പം അൺപ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് 1 വേ ടിക്കറ്റ് എടുത്ത് പോകും, തിരിച്ച് എപ്പോൾ വരണം എന്നൊരു പ്ലാൻ ഇല്ലാതെ പോകുന്നു. അങ്ങനെയുള്ളവർ ഒരിക്കലും ചൂസ് ചെയ്യരുത്. കാര്യം നല്ലൊരു എമൗണ്ട് നമ്മൾ കാറിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ പ്രീ പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാറ് പാർക്കിംഗ് സ്പേസുകളിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ്. ഇനി നമ്മളൊരു 1 മാസത്തേക്കാണ് പാർക്ക് ചെയ്യണത്, തിരിച്ചു വരുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും, അത് വേറെ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യണ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു $45 എന്തേ ഉള്ളൂ ഔട്ട് സൈഡ്. $40-45 എന്താ ഔട്ട് സൈഡ് വാഷിങ് ക്ലീൻ ആക്കി ഇട്ടിരിക്കും. നമ്മൾ വരുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിരിക്കും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈസി ആയിട്ട് വരാം. പിന്നെ ഡ്രൈവ് ചെയ്യണം, അത് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാര്യം നമ്മൾ 24/7
കാറ് തന്നെയാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാറ്. അതിപ്പോൾ ഞാൻ എന്നാണ് അബ്രോഡ് പോയ അന്ന് മുതൽ ആദ്യത്തെ ഒരു 2-3 വർഷം ബൈക്കായിരുന്നു. പിന്നെ കാറിലോട്ട് മാറിയതിനു ശേഷം അതൊരു പാർട്ട് തന്നെയാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അത് വർക്കിനായിരുന്നാലും അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനായാലും കാറില്ലാതെ നമുക്കിപ്പം പറ്റത്തില്ല. അപ്പം ഞാൻ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷനാണ്. എന്താ പറയുക, ഞാൻ ബുക്ക് ചെയ്ത സ്പേസ് ഷട്ടിലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്കത് നോക്കി ആവശ്യമുള്ളവർക്ക് അത് ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്ത് നാട്ടിൽ പോകുന്നവരൊക്കെ മാക്സിമം ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.